ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്ററൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അല്ലേ? പക്ഷേ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി മാറ്റി അതേ ചിരട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഫുൾ ചിരട്ട നിറച്ച് തേങ്ങ ആദ്യമേ ചിരണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ആ ചിരട്ട കൊണ്ട് തന്നെ നമുക്ക് അരി അളന്നെടുക്കാം കേട്ടോ. അപ്പം 2 ചിരട്ട അരിയാണ് ഞാൻ എടുത്തത്. തേങ്ങ നമുക്ക് ചിരണ്ടി മാറ്റിയതിന് ശേഷം എടുക്കുവാണെങ്കിൽ ചിരട്ടയുടെ ആ അളവ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 3-4 പേർക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അളവിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമേ. അപ്പം ഇനി നമുക്ക് അരി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 കപ്പ് അരി എടുത്തു. ഇനി നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഫുള്ളായിട്ട് ആ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ അതേ ആ പാത്രത്തിൽ തന്നെ നമ്മുടെ ചിരട്ടയിൽ തന്നെ നമുക്ക് അളന്ന് ഇടാം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവും റെഡിയായി കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചോറാണ് വേണ്ടത് കേട്ടോ. അതായത് ആ ചിരട്ടയ്ക്ക് 1/2 കപ്പ് ചോറ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് വൈറ്റ് റൈസിൻ്റെ അരിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വെള്ള നിറത്തിൽ തന്നെ കിട്ടും. ഞാനിവിടെ ചമ്പാവരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇതുപോലെ നമ്മളുടെ അരിയും ആ ചോറും തേങ്ങയും കൂടെ മൂടി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ഇനി ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 6 മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്നതും സെയിം മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ശർക്കരയുടെ പാനിയാക്കിയിട്ട് അതിനകത്ത് നമുക്ക് അരച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പം വട്ടയപ്പത്തിനുള്ള റെസിപ്പിയും ഇത് തന്നെയാണ്. കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് അരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കത് ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ 2 തവണയായിട്ട് അരച്ചെടുത്ത് മാറ്റി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പുളിച്ച് പൊങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ നമ്മളുടെ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഈസ്റ്റ് എല്ലാവരും ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം അല്ലാതെ തന്നെ പുളിച്ചു വരും. എന്നാലും തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി വേഗത്തിൽ പുളിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഉപ്പ് പാകമാണോ എന്ന് നോക്കി വെക്കുക. രാവിലെ നമുക്ക് ചുട്ടെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ നൈറ്റാണ് അരച്ച് വയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ചുടാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ സോഡാപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരു നുള്ള് സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടിയിലാണ് ഇത് റെഡിയാക്കുന്നത്. നമുക്ക് നമ്മളുടെ വീട്ടിൽ ഉള്ള അപ്പച്ചട്ടിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം തീ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ മാവ് ഒഴിച്ച് ചുറ്റിച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചധികം ഈസ്റ്റർ റെസിപ്പീസും അതുപോലെ പാലപ്പം ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മളുടെ കള്ളപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാണുക. നമ്മളുടെ പെസഹ അപ്പവും അതുപോലെ തന്നെ പെസഹ പാലും ഇൻട്രിയപ്പവും ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു അപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.